ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഈ വെന്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം പിടിച്ചത് കിട്ടിയില്ല കേട്ടോ. ഇതെങ്ങനെയെന്ന് വെച്ചാൽ കോറ കുറുക്കിയത്. ഇതിപ്പോൾ 4 ടേബിൾ സ്പൂൺ കോറപ്പൊടിയുണ്ട്. അതിനെ ഒരു 4 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി എടുത്ത മിശ്രിതമാണ്. ഇതിനെ നമ്മൾ ഒരു 15 മിനിറ്റ് വേവുണ്ട് കേട്ടോ. വേവില്ലാന്ന് വിചാരിക്കരുത്, കുറയ്ക്ക് നല്ല വേവാണ്. ഇത് കുറച്ചും കൂടെ ലൂസാക്കിയാൽ ഇത് നമ്മൾ ഗ്ലാസ്സിൽ കുടിക്കത്തക്ക പോലെ ആക്കാം. അപ്പോൾ അത് നമുക്ക് ഇടനേരത്തെ ഫുഡായിട്ടേ അത് പറ്റുള്ളൂ. ഇത് നമുക്ക് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് ഇത് ഇത്തിരി കുറുകി തന്നെ ഇരിക്കണം. ഇനിയും ചെറുപയർ അടുപ്പത്ത് വേകുന്നുണ്ട്. ഈ ചെറുപയറും ഇതൊന്നെടുക്കും. പിന്നെ മാഷക്ക് പൊടി ഞാൻ നനയ്ക്കാൻ പോവാണ്. മാഷക്ക് പുട്ടാണ്. മാഷൊരു 9:30 ആകും കഴിക്കാൻ. അപ്പോൾ ഈ കോറയിലെ ഒരു ശകലം ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇത് കുറുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കെട്ടാതിരിക്കാൻ കൈ വിടാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴാകുമ്പോൾ പനം കൽക്കണ്ടമോ അല്ലെങ്കിൽ പഞ്ചസാരയോ തേനോ വെണ്ണയോ എന്ത് വേണേലും ചേർക്കാം. പോഷക സമ്പുഷ്ടമാണ്. അയൺ കൊണ്ട് നിറഞ്ഞതാണ് കോറ. ഡയബറ്റിക്കുകാരൊക്കെ മധുരമൊന്നും ഇടാതെ കഴിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരു ഇത്തിരി ശർക്കര പാവോ വല്ല ഇതിലൊഴിച്ച് ഇത്തിരി ഏലക്കായും കൂടി ഇട്ടാൽ ബഹുരുചിയാണിത് കഴിക്കാൻ. ഒരല്പം ഏലക്കായും ഇട്ടാൽ കുറച്ച് പാലും കൂടെ ഒഴിച്ച് ഇത്തിരി ശർക്കര പാവും ഒഴിച്ചാൽ രുചികരം പായസം പോലെ ഇരിക്കും. അതും നല്ലതാണ്. മുതിർന്ന കുട്ടികൾക്ക് ഒക്കെ കൊടുക്കണം അത്. കാരണം എന്താ വെച്ചാൽ ഈ അനീമിക്കാകുന്നു, ഹീമോഗ്ലോബിൻ്റെ കുറവൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കോറ കുറുക്കിയതും. എന്നെപ്പോലുള്ള എല്ലാ ഡയബറ്റിക്കാരും രാവിലെ ഇതൊക്കെ കഴിക്കണം കേട്ടോ. ഇതൊക്കെ മതി. ഇഡ്ഡലി, ദോശ, അരിയുടെ ആഹാരങ്ങളെല്ലാം കഴിയുന്നതും ഒഴിവാക്കുക. നമ്മൾ രാവിലെ ഇഡ്ഡലി, ഉച്ചയ്ക്ക് ചോറ്, 4 മണിക്ക് പിന്നെ പുഴുക്കുകളോ എന്തെങ്കിലും വളരെ മധുരമുള്ള പലഹാരങ്ങൾ, രാത്രി കഞ്ഞി, ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ അരി. ഇതിപ്പോൾ ചെറുപയറും കൂട്ടി ഞാൻ ഇത് കഴിക്കും. ഇത് ഗ്ലാസ്സിൽ കുടിക്കത്തക്ക പോലെയാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ ലൂസാക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കോറ ഉണ്ടാക്കി രാവിലെ ഒരു ഭക്ഷണമാക്കാൻ നോക്കണം. എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ കോറ കുറുക്കിയതും ചെറുപയർ വേവിച്ചതുമാണ്. മാഷക്ക് പുട്ടും ചെറുപയറും. മാഷക്ക് അതിനകത്ത് നാളികേരമൊക്കെ ചതച്ചിടും. ചെറുപയർ കറിയായിട്ടാണ് വയ്ക്കുന്നത്. ഞാനതിൽ നിന്ന് കുറച്ച് കോരിയെടുക്കും ഇതിന് വേണ്ടി, എൻ്റെ ഭക്ഷണത്തിന് വേണ്ടി. അപ്പോൾ മാഷക്കിനി ഒരു 1/2 ഗ്ലാസ് മാവെടുത്ത് പുട്ടുപൊടി, 1/2 ഗ്ലാസ് പുട്ടുപൊടി എടുത്ത് 1 ഗ്ലാസ് വെള്ളവും ഇത്തിരി ഉപ്പും കൂടി ഒഴിച്ച് അവിടെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഓരോന്നും ചെയ്ത് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് അത് കറക്റ്റും പാകമായിരിക്കും, കുതിർന്നിരിക്കും. പുട്ടുപൊടി നനയ്ക്കാൻ ഒരു വിഷമവും ഇല്ല, എളുപ്പമാണ് അങ്ങനെ ചെയ്താൽ. പിന്നെ നമ്മളൊന്ന് കൈ തൊടാതെ പുട്ടുപൊടി നനയ്ക്കാം. പിന്നെ വേണേൽ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കിയാലും മതി. പുട്ടുപൊടിയിൽ നികക്ക വെള്ളം ഒഴിച്ച് അവിടെ വെച്ചാൽ മതി. പുട്ടുപൊടിക്ക് കുതിരാൻ ഒരുപാട് നേരം വേണം. നമ്മൾ പെട്ടെന്ന് അങ്ങ് നനച്ച് പുട്ടുണ്ടാക്കിയാൽ അതിന് അത്രയും ഗുണം വരില്ല, സോഫ്റ്റ് ആയിരിക്കില്ല. ഒരു 3 പ്രാവശ്യം നനച്ച് വെക്കണം. അത് നനച്ച് വെച്ച് നമ്മൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം, അത് ഡ്രൈ ആയിരിക്കും. വീണ്ടും നനയ്ക്കണം. എന്നാലേ അത് നല്ല പുട്ടാകുകയുള്ളൂ. പിന്നെ ആവി പോയാൽ അതിനെ പിന്നെ നാളികേരം ഇട്ട പുട്ട് വാരി വെച്ച് പുഴുങ്ങുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അത് പക്ഷേ സ്റ്റീം വന്നാൽ ഉടനെ ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഓഫാക്കുന്നില്ല. ഒരു 5 മിനിറ്റ് ആ ആവി കിടന്നത് വേകണം. എന്നാൽ അരിപ്പൊടിയല്ലേ, അത് വേവില്ലേ, എന്നാലേ അതാവുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളോട് ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ആവി വന്നാൽ ഉടനെ കുത്തി എടുക്കുന്നു, അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ. അതുപോലെ പുട്ടിപ്പൊടി നനയ്ക്കുന്നതിന് മുമ്പ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. എത്ര മാവ് നമ്മൾ എടുക്കുന്നു, എത്ര പൊടി എടുക്കുന്നു, അതിൻ്റെ മുകളിലായിട്ട് നികന്ന് നിൽക്കത്തക്ക ഒരു വെള്ളം ഒഴിച്ച് അവിടെ ഇത്തിരി ഉപ്പ് ഇട്ട് അവിടെ വെച്ചാൽ നമുക്ക് ആവശ്യ സമയത്ത് പോയാൽ അത് നമ്മൾ നാളികേരമൊക്കെ ചിരകി മറ്റു കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ വരുമ്പോഴത്തേക്ക് അത് പാകത്തിന് കുതിർന്നിരിക്കും. അതിനെ പിന്നെ ഒന്ന് കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ, കൈ കൊണ്ടാണ് നല്ലത്, ഒന്ന് പാകപ്പെടുത്തി എടുത്താൽ മതി. എളുപ്പമാകട്ടോ. അപ്പോൾ അധികം കൈ നനയാതെ മീൻ പിടിക്കുന്നു പറഞ്ഞാൽ കൈ നനയാതെ പുട്ടുപൊടി നനയ്ക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കോറയും ചെറുപയറും. ഇനി നമുക്ക് ഉച്ചക്കത്തെ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കണം. മാഷക്ക് പുട്ട് ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ട് വേണം. രജനി 11:30 വരുവുള്ളല്ലോ. അപ്പോൾ അവൾ വന്നിട്ട് ഞാൻ മീൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തും തിരുവല്ലയിലൊക്കെ എന്ത് നല്ല മീനാണ് കിട്ടിയിരിക്കുന്നത്. ഇന്ന് മീൻകാരൻ വന്നപ്പം പിന്നെ ടീച്ചറെ മീൻ വേണ്ടെന്ന് ചോദിച്ചു. ഒത്തിരി ദിവസമായാലും കണ്ടിട്ടെന്നും പറഞ്ഞു.
തിരുവനന്തപുരത്തും തിരുവല്ലയിൽ നിന്നും മീൻ കൂട്ടിയാൽ പിന്നെ നമുക്കിവിടെ പാലക്കാട്ടെ മീൻ മേടിക്കാനേ തോന്നുകയില്ല. എന്നാലും ഇത്തിരി മത്തി മേടിച്ചിട്ടുണ്ട്, കുഞ്ഞൻ മത്തിയാണ്. അത് നന്നാക്കി എടുക്കണേ, കുറച്ച് പാടാണ്. അതൊക്കെ നന്നാക്കണം. രജനി മീനെ തൊടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആ കുഞ്ഞമ്മത്തിയൊക്കെ നന്നാക്കണം. അതൊരു സ്പെഷ്യൽ രീതിയിലാണ് ഞാൻ വെക്കുന്നത്. നിങ്ങളെല്ലാവരും അത് കാണണം കേട്ടോ. നല്ല ആ കുഞ്ഞമ്മത്തി ചെറുതായിട്ട് അതിൻ്റെ തലയും പാലും നുള്ളി അതിൻ്റെ ചെറുമ്പലും കളഞ്ഞിട്ട് അതിനെ വൃത്തിയാക്കുക, കുടലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അതിന് ഞാനൊരു സ്പെഷ്യൽ രീതിയിൽ ഞാനിന്നൊരു പ്രിപ്പറേഷനുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ ഇൻസുലിൻ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കട്ടെ. നിങ്ങളും എല്ലാവരും രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമല്ലോ. ഇപ്പം സ്കൂളുകളൊന്നും തുറന്നില്ല, 23-ാം തീയതി തുറക്കുന്നതെന്നൊക്കെ കേട്ടു. അപ്പം പിന്നെ വീണ്ടും അമ്മമാർക്കൊക്കെ തിരക്കാവും. ഇപ്പം കുറച്ച് ആശ്വാസമായി. ആശ്വാസമൊന്നുമില്ല, പിള്ളേർ വീട്ടിൽ ഇരിക്കുന്നതാണ് നമുക്ക് മെനക്കേട്. അപ്പം അങ്ങനെയൊക്കെ അടുത്ത കാര്യങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. അടുത്തത് പിന്നീട് കാണിക്കാം.